കട്ടപ്പന നഗരസഭാ ഫെസ്റ്റിന് ഗ്രൗണ്ട് വിട്ടു നൽകിയതിൽ ക്രമക്കേട് ആരോപിച്ച് LDF BJP കൌൺസിലർമാർ രംഗത്ത്. ഫെസ്റ്റ് നടത്തിപ്പിന് നഗരസഭ ഗ്രൗണ്ട് വിട്ടു നൽകിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. വിഷയത്തിൽ അടിയന്തര കൌൺസിൽ യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് LDF കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. അതേസമയം ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായ ആരോപണത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്ന് നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും വ്യക്തമാക്കി. കട്ടപ്പന നഗരസഭാ കൌൺസിലിൽ എക്സിബിഷൻ എന്ന പേരിലാണ് വിഷയം അവതരിപ്പിച്ചത്. എന്നാൽ പരിപാടി ആരംഭിച്ചപ്പോൾ എങ്ങനെ ഫെസ്റ്റായി മാറി എന്ന് അറിയില്ല. ഇതുമൂലം നഗരസഭയ്ക്ക് ലഭിക്കേണ്ട നികുതികളടക്കം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് LDF കൌൺസിലർമാരുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ അടിയന്തര കൌൺസിൽ യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭാ സെക്രട്ടറിക്ക് LDF കൌൺസിലർമാർ നിവേദനം നൽകി. അതേ സമയത്ത് തന്നെ ഇപ്പൊ 25 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന 7000 രൂപയ്ക്ക് ഇത് കൊടുക്കുമ്പോൾ ഇതിൽ വൻ അഴിമതി നടത്തുന്നെന്നും അതുകൊണ്ട് അടിയന്തരമായി നഗരസഭാ യോഗം വിളിച്ചു ചേർത്ത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൌൺസിലർമാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ സാമ്പ്രദായിക രീതിയിലല്ലാണ്ട് ടിക്കറ്റ് നിരക്ക് യാതൊരു തരത്തിലും ഇങ്ങനൊരു എക്സിബിഷന്റെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ 100 രൂപ ഇപ്പൊ മലയോര മേഖലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധത്തിന്റെ ഗതിയൊക്കെ നിൽക്കുമ്പോൾ 100 രൂപ ടിക്കറ്റ് വെച്ച് ഏർപ്പെടുത്തിയതിന് പിന്നിലും വൻ അഴിമതി ഉണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് അടിയന്തരമായി കൗൺസിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിയെ കത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ഫെസ്റ്റ് നടത്തിപ്പിന് ഗ്രൗണ്ട് വിട്ടു നൽകുന്നതിനെതിരെ കേരള കോൺഗ്രസ് നേതാക്കളും കൌൺസിലർമാരും രംഗത്ത് വന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ കൗൺസിലിന്റെ അംഗീകാരം മേടിച്ചെടുത്തു. LDFന്റെ മുതിർന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നുകൊണ്ട് പലർക്കും ആ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പുതിയതായിട്ട് വന്ന കൗൺസിലർമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അത് പാസ്സാക്കിയെടുത്തു. ഇതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജിലൻസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിജിലൻസിൽ പരാതി കൊടുത്തിട്ട് ഇതിനകത്ത് വീഴ്ച ഭരണസമിതിക്ക് വന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഈ പറയുന്ന ഒരു ദിവസത്തെ 93,000 രൂപ വെച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങൾ കൊടുക്കേണ്ടി വരും. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട നികുതികൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് BJP കൌൺസിലർമാരുടെ വാദം. നഗരസഭാ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഫെസ്റ്റിന് അനുമതി നൽകിയത്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് BJP കൌൺസിലർമാരും കത്ത് നൽകി. നടന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധറിയാനുള്ള കാര്യമില്ല. പക്ഷേ എക്സിബിഷൻ ഒറ്റ രാത്രി ഇരുന്ന് കൊടുത്തപ്പോഴും എക്സിബിഷൻ ഫെസ്റ്റായി മാറി എന്നതിനെ പറ്റി ഉള്ള ഒരു മറുപടി ഭരണസമിതി നമുക്ക് തന്നതായിട്ടുണ്ട്. കാരണം അന്ന് വന്നിരുന്ന അത്രയും കൗൺസിലേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവര് 31/3/26 ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിൽ പ്രകാരം എടുത്ത തീരുമാനമാണ് ഈ എക്സിബിഷൻ ഫെസ്റ്റായി മാറാനുള്ള കാരണം. തീർച്ചയായിട്ടും പിന്നീട് ആരാണെന്നെങ്കിലും തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം, അടിയന്തരമായി തന്നെ ഉണ്ടാവണം. നമ്മളെല്ലാം ശക്തമായ വിയോജനം രേഖപ്പെടുത്തുകയാണ്. ഏതാണേലും ഒരു ഫെസ്റ്റ് നടത്തുക നമ്മൾ ഇതിലല്ല, പക്ഷേ കൃത്യമായി കിട്ടേണ്ട ആനുകൂല്യം അത് വരുമാനം മുനിസിപ്പാലിറ്റി കിട്ടണം. എന്നാൽ സ്റ്റാളിന് അവർ 30,000 രൂപ ഈടാക്കുന്നു, ആർക്ക് 4 ബോർഡിന് 14,000 രൂപ ഈടാക്കുന്നു. അതിന്റെ നിലപാടെടുക്കുകയാണെങ്കിൽ അതിന്റെ GST ഉൾപ്പെടെ നമുക്ക് മുനിസിപ്പാലിറ്റി കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അതേസമയം ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്ന് ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പ്രതികരിച്ചു. എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് വാടകയ്ക്ക് പുറമെ ഫെസ്റ്റിവലിൽ നടത്തുന്ന എല്ലാവിധ വിനോദ ഉപാധികൾക്കും പ്രത്യേക നികുതിയും നഗരസഭയ്ക്ക് ലഭിക്കും. കൌൺസിൽ യോഗത്തിൽ എക്സിബിഷൻ എന്ന പേരിൽ വിഷയം അവതരിപ്പിച്ചതെങ്കിലും എക്സിബിഷനിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു എന്ന വിവരം പ്രത്യേകം കാണിച്ചിരുന്നുവെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഇനി അവിടെ അതിനകത്ത് ടിക്കറ്റ് വാങ്ങിച്ച് നടത്തുന്ന എല്ലാ റൈഡുകളിലും 10% വെച്ച് എന്റർടൈൻമെന്റ് ടാക്സ് മുനിസിപ്പാലിറ്റിക്ക് തരണം എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നടത്തുന്ന സ്റ്റാളുകൾ ഉണ്ടായെങ്കിൽ ആ സ്റ്റാളുകൾക്ക് അവര് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഫീസ് മുനിസിപ്പാലിറ്റി തരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത്. ആകെപ്പാടെ അതിനകത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം അവർ പറഞ്ഞിരുന്ന പേര് എക്സിബിഷൻ എന്നാണ്. ആ എക്സിബിഷനിൽ വരുന്ന കാര്യങ്ങൾ എന്താ എന്ന് അവർ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അത് കൗൺസിലിൽ നമ്മൾ അവതരിപ്പിച്ചതാണ്. ഈ ലെറ്റർ കൗൺസിലിൽ പറഞ്ഞതാണ്. അതായത് ബേർഡ് ഷോ, മെറീൻ ബിഗ് ഷോ, വാട്ടർഫോൾസ്, കൺസ്യൂമർ സ്റ്റോൾസ്, ഫുഡ് കോർട്ട്, സ്റ്റേജ് പ്രോഗ്രാം, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ഉൾപ്പെടുന്ന എക്സിബിഷൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ എക്സിബിഷൻ എന്നുള്ളതിന് പകരം അവരെ പേര് വെച്ചപ്പോൾ കട്ടപ്പന ഫെസ്റ്റ് എന്നുള്ള പേരാണ് അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു രീതിയിലുള്ള ഒരു പോരായ്മ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. എക്സിബിഷൻ എന്ന് പറയുന്നതിന് പകരം ഒരു ഫെസ്റ്റ് എന്നുള്ള പേരാണ് വെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി
ഇത് മുനിസിപ്പൽ കൗൺസിലിൽ അവതരിപ്പിക്കുകയും മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി അത് പാസ്സാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. കട്ടപ്പന നഗരസഭ ഫെസ്റ്റിന് ഗ്രൗണ്ട് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.